Hello friends, welcome back to my channel. 2025 ബഡ്ജറ്റ് അയർലൻഡ് സർക്കാർ പുറത്തുവിട്ടു. അതിശയിപ്പിക്കുന്ന ഓഫേഴ്സാണ് അയർലൻഡ് സർക്കാർ 2025 തന്നിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മെറ്റേണിറ്റി, പാറ്റേണിറ്റി, അഡോപ്റ്റീവ് ആൻഡ് പേരൻസ് പേയ്മെൻറ്റ്സ് 15 യൂറോയും കൂടെ കൂട്ടി. അതേപോലെ ന്യൂ ബോൺസിൻ്റെ പേരൻസ് ഫസ്റ്റ് മന്തിൽ ഇനി മുതൽ 420 യൂറോ റിസീവ് ചെയ്യും. നോർമലി കിട്ടുന്ന 140യുടെ കൂടെ ഒരു 280യും കൂടെ ആഡ് ചെയ്തായിരിക്കും അവർക്ക് ആ ഫസ്റ്റ് മന്തിൽ കിട്ടുന്നത്. അതേപോലെ നോർമൽ ചൈൽഡ് ബെനിഫിറ്റിൽ നിന്ന് ഒരു ഡബിൾ ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെൻ്റ് ആയിരിക്കും നമ്മൾ ക്രിസ്മസിന് മുന്നേ റിസീവ് ചെയ്യുന്നത്. അതേപോലെ സ്കൂൾ മീൽ പ്രോഗ്രാം എല്ലാ പ്രൈമറി സ്കൂളിലേക്കും 2025 എക്സ്റ്റെൻഡ് ചെയ്യും. നേരത്തെ റെൻ്റൽ ടാക്സ് ക്രെഡിറ്റ് 750 യൂറോ ആയിരുന്നു സിംഗിൾ പേഴ്സണിന്. അതിപ്പോൾ 1000 ആക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പിൾസിനൊക്കെ ആകുമ്പോഴത്തേക്ക് 2000 യൂറോ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്നവർക്കുള്ള ഹെൽപ്പ് ടു ബൈ സ്കീം 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 250 യൂറോയുടെ എനർജി ക്രെഡിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 2 പേയ്മെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഒന്ന് ഈ വർഷം അവസാനവും അതേപോലെ തന്നെ ജനുവരി 2025. അടുത്തതായിട്ടുള്ളത് 9 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ പബ്ലിക് ട്രാൻസ്പോർട്ടും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടെ ഒരാളെയും കൂടി കൊണ്ടുപോകാവുന്നതാണ് യൂണിവേഴ്സൽ കമ്പാനിയൻ പാസ് വെച്ച്. മറ്റൊന്ന് ജനുവരി തൊട്ട് നാഷണൽ മിനിമം വേജ് 80 സെൻറ്റ് ഇൻക്രീസ് ആകും. അതേപോലെ USC റെഡ്യൂസ്ഡ് ഫ്രം 4% to 3%. അതേപോലെ ഹോം കെയറർ ക്രെഡിറ്റ് യൂറോ 150 ആയിട്ട് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. സിംഗിൾ പേഴ്സൺ ചൈൽഡ് കെയറർ ക്രെഡിറ്റും 150 യൂറോ ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ടാക്സ് ക്രെഡിറ്റ് 60 യൂറോ ആക്കിയിട്ടുണ്ട്. സോ അതും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഒത്തിരി ഓഫേഴ്സ് 2025 ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.